أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم صدق الله مولانا الكريم. ബഹുമാനികളായ കാരണവന്മാരെ, സഹോദരങ്ങളെ, ഈ പുണ്യമായ ദിനത്തിൽ അല്ലാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ഇത്തികാഫിന് നിയ്യത്തോടുകൂടെ നാം ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതൊക്കെ അല്ലാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ മക്ബറയിൽ മറയടക്കപ്പെട്ട മോമിനുകൾ മോമിനാത്തുകളിൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെടുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പുണ്യമായ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അവരെ ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അല്ലാഹു തആല ഇപ്പത്തി മോചിപ്പിക്കുമാറാവട്ടെ. അവരെയും നമ്മയും റബ്ബുൽ അവൻ്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹർ ബഹുമാനികളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിന് സുഭദ്രമായ ഒരടിത്തറ അല്ലാഹുവിൻ്റെതായ തമ്പുരാനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയും ഭദ്രമായി ഉറപ്പിക്കപ്പെട്ട ഒരു അടിത്തറയിലാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിലനിൽക്കുന്നത്. അല്ലാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നത് കാണാം. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മഖ്റജ സിദ്ഖ്. നബിയെ, താങ്കൾ പ്രാർത്ഥിക്കുക, അല്ലാഹുവേ, സത്യം പ്രവേശിക്കുന്ന പ്രവേശന സ്ഥലത്ത് കൂടെ എന്നെ നീ പ്രവേശിപ്പിക്കുകയും സത്യം പുറത്തു വരുന്ന മാർഗത്തിലൂടെ തന്നെ എന്നെ നീ പുറത്തു കൊണ്ടുവരികയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു തആല അവൻ്റെ ഹബീബായ പ്രവാചകരോട് പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ കൽപ്പിക്കുന്നത് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. അപ്പൊ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ തുടക്കവും ഒടുക്കവും ജീവിതമാകമാനവും സത്യത്തിലായിരുന്നു, ഹക്കിന് വേണ്ടിയായിരുന്നു, സത്യത്തിന് വേണ്ടിയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇസ്ലാമിൻ്റെ ആദ്യകാല ശത്രുക്കളായ, കഠിന വൈരികളായ, പ്രതിരോധികളായ ശത്രുക്കൾ പോലും അല്ലാഹുവിൻ്റെ പ്രവാചകരുടെ ആ സത്യം, ആ ഹക്ക് അവർ അംഗീകരിച്ചിട്ടുമുണ്ട്. അല്ലാഹുവിൻ്റെ പ്രവാചകരുടെ അനുയായികൾ ഇസ്ലാമിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കുകളുടെ കഠിനമായ പീഡനങ്ങൾ, മർദ്ദനങ്ങൾ സഹിക്കവയ്യാതെ മക്കയിൽ നിന്ന് പല നാടുകളിലേക്കും ഹിജ്റ പോകാൻ അല്ലാഹുവിൻ്റെ പ്രവാചകർ അനുവാദം കൊടുത്ത കൂട്ടത്തിൽ ഹബിഷയിലേക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകരുടെ ഏതാനും അനുയായികൾ ഹിർക്കൽ ചക്രവർത്തി ഭരിക്കുന്ന നാട്ടിലേക്ക് ഹിജ്റ പോയി. അയാൾ ക്രിസ്ത്യാനിയാണ്, പക്ഷെ എന്നാലും അയാൾ നല്ലവനാണ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് സ്വഹാബാക്കളെ നാട്ടിലേക്ക് ചെന്നു അവിടെ സമാധാനത്തോടുകൂടെ കഴിയുകയാണ്. അപ്പോഴാണ് മക്കയിലെ മുശ്രിക്കുകൾ അറിയുന്നത് മുസ്ലിമീങ്ങൾ അബിസീനിയയിലേക്കൊക്കെ നാടുവിട്ടു പോയിട്ടുണ്ട്, അവിടെ സുഖമായി കഴിയുന്നുണ്ട്, അത് അനുവദിക്കപ്പെടാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, മക്കയിലെ മുശ്രിക്കുകൾ ആ രാജാവിലേക്ക് ചില ദൂതന്മാരെ പറഞ്ഞയച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കലാപകാരികളും നാട്ടിൽ നാശമുണ്ടാക്കുന്നവരും പ്രശ്നക്കാരുമായ കുറെ ആളുകൾ നിങ്ങളുടെ രാജ്യത്ത് വന്ന് താമസിക്കുന്നുണ്ട്. അവരെ അവിടെ വെച്ച് പൊറുപ്പിച്ചാൽ, അവരെ താമസിക്കാൻ അനുവദിച്ചാൽ ആ നാട് അവർ നശിപ്പിക്കും. അവർ കലാപകാരികളാണ്, പ്രശ്നക്കാരാണ്, തോന്യാസികളാണ്, തമ്മാടികളാണ് എന്നൊക്കെ ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഏതായാലും ബുദ്ധിമാനായ ഹിർക്കൽ ചക്രവർത്തി ചെയ്ത പണി, എന്നാ പിന്നെ അതിന്റെ സത്യാവസ്ഥ അറിയണമല്ലോ, പറഞ്ഞത് കേട്ടത് കൊണ്ട് മാത്രം പറ്റൂലല്ലോ. അപ്പൊ നമ്മുടെ അങ്ങാടിയില്, മാർക്കറ്റിൽ, ചന്തയിൽ അറബികളിൽ നിന്നുള്ള ഏതെങ്കിലും കച്ചവടക്കാരുണ്ടെങ്കിൽ അവരെ രാജകൊട്ടാരത്തിൽ ഹാജരാക്കാൻ രാജാവ് ഹിർക്കൽ ചക്രവർത്തി ആവശ്യപ്പെട്ടു. അങ്ങനെ ഹിർക്കൽ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം ഈ മുസ്ലിമീങ്ങളെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കാൻ വേണ്ടി അവിടെ ഹാജരാക്കപ്പെട്ടത് ഇസ്ലാമിന്റെ കഠിന വിരോധിയായിരുന്ന അബൂ സുഫിയാൻ, പിന്നീട് മുസ്ലിമായി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തോടു കൂടെ അള്ളാഹു നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അദ്ദേഹം അന്ന് മുസ്ലിമല്ല, ഇസ്ലാമിന്റെ ശത്രുവാണ്. ഉഹദ് ബദർ യുദ്ധത്തിന്റെ കാരണക്കാരനും ഉഹദ് യുദ്ധത്തിന് നേതൃത്വം വഹിച്ചയാളുമാണ് ഈ അബൂ സുഫിയാൻ. ആ അബൂ സുഫിയാനെയാണ് ഹിർക്കൽ ചക്രവർത്തിക്ക് കിട്ടിയത്. ഹിർക്കൽ ചക്രവർത്തിയുടെ മുമ്പിൽ വന്നപ്പോൾ അബൂ സുഫിയാൻ ഈ രാജാവിനോട് പറയുന്നുണ്ട്, എന്താണ് മുഹമ്മദ് നിങ്ങളോട് പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അബൂ സുഫിയാൻ പറയുന്നത്, യഖൂലു മുഹമ്മദുൻ, മുഹമ്മദ് പറയുന്നത് ഉഅ്ബുദുല്ലാഹ,
ഏകനായ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ലാ തുശ്രികൂ ബിഹി ഷൈആ, അള്ളാഹുവിനോട് മറ്റൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. വത്റുകൂ മാ യഖൂലു ആബാഉകും, നിങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞു പരത്തിയ, ജൽപ്പിച്ചുണ്ടാക്കിയ, കൽപ്പിച്ചുണ്ടാക്കിയ വിഗ്രഹങ്ങളെയൊക്കെ ഉപേക്ഷിക്കണം. അതൊന്നും ദൈവങ്ങളല്ല, ഇലാഹുകളല്ല, ആരാധനയ്ക്ക് അർഹരല്ല. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് മുഹമ്മദ് പറയുന്നു. വയഅ്മുറുനാ ബിസ്സലാത്തി, ആ മുഹമ്മദ് ഞങ്ങളോട് നിസ്കാരം കൽപ്പിക്കുന്നു, നിസ്കരിക്കണമെന്ന് പറയുന്നു. വസ്ദിഖി, സത്യമേ പറയാവൂ, സത്യമേ പ്രവർത്തിക്കാവൂ, സത്യം മാത്രമേ ഉണ്ടാകാവൂ എന്ന് ആ മുഹമ്മദ് ഞങ്ങളോട് പറയുന്നു. വൽ അഫാഫി, അതേപോലെ സദാചാര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാവണം. വസിലത്തി, കുടുംബ ബന്ധം ചേർക്കണം. ഇതൊക്കെയാണ് മുഹമ്മദ് ഞങ്ങളോട് പറയുന്നത് എന്ന് ഹിർക്കൽ ചക്രവർത്തിയോട് പറയുന്നത് ആരാ? ഇസ്ലാമിന്റെ 1-ാം നമ്പർ ശത്രുവായ അബൂ സുഫിയാനാണ്. കാരണം അവർ തറവാട്ടുകാരാ, അവർ ഖുറൈശികളാണ്. അബൂ സുഫിയാൻ ആള് കഫറാണെങ്കിലും അന്ന് മുശ്രിക്കാണെങ്കിലും തറവാട്ടുകാരനാണ്. അദ്ദേഹം കളവ് പറയില്ല. അതാണ് തറവാടിത്തം എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് വലിയ കാറിൽ സഞ്ചരിച്ചത് കൊണ്ട് ഒരാൾ തറവാടിയാവൂല. എന്താണ് ഈ തറവാടിത്തം എന്ന് പറഞ്ഞാല്? ഞാനെങ്ങാനും ഇവിടെ ഒരു നുണ പറഞ്ഞാല് അബൂ സുഫിയാൻ ചിന്തിക്കാഞ്ഞിട്ടല്ല, നല്ല സംസാര ചാതുരിയുള്ള നല്ല കഴിവുള്ളയാളാണ്. അദ്ദേഹം ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഹിർക്കൽ ചക്രവർത്തി ഈ മുസ്ലിങ്ങളെ മുഴുവൻ ആണെങ്കിൽ പിടിച്ച് കൊല്ലും. അതിന് മാത്രം കളവ് പറയാനും സമർത്ഥിക്കാനും അബൂ സുഫിയാന് കഴിയും. പക്ഷേ ഒരു കളവ് ജീവിതത്തിൽ അബൂ സുഫിയാന്റെ ഭാഗത്ത് വന്നു പോയാൽ പിന്നെ മക്കള് പരമ്പരയായിട്ട് ആ തറവാടിത്തം പറയുമ്പോ, പള്ളി കമ്മിറ്റിയിൽ യോഗം കൂടുമ്പോ, മദ്രസ കമ്മിറ്റിയിൽ ജനറൽ ബോഡി കൂടുമ്പോ ആരെങ്കിലും പറയടാ നീ ഇന്ന വാപ്പാന്റെ പേരക്കുട്ടി അല്ലടാ, നിർത്തിക്കളാന്നും പറയും. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ചീത്ത പേരുണ്ടാവരുത്, എൻ്റെ പിൻഗാമികൾക്ക് ഞാൻ കാരണം ഒരു മാനക്കേട് ഉണ്ടാവരുത് എന്ന് വിചാരിക്കലാണ് ഈ തറവാടിത്തം. ആ തറവാടിത്തമാണ് അബൂ സുഫിയാൻ അവിടെ കാത്തത്. സത്യമേ പറയൂ. എതിരാളികളോടാണെന്ന് വിചാരിച്ച് സത്യമല്ലാത്ത അബൂ സുഫിയാൻ പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകരും പഠിപ്പിച്ചത്. സത്യമുള്ളവരാവണം, സത്യമാവണം ഇസ്ലാമിന്റെ അടിത്തറ. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാവണം ഇസ്ലാം പ്രചരിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ വഴിക്ക് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അലൈക്കും ബിസ്സുദ്ഖി, നിങ്ങൾ സത്യമുള്ളവരാവണം, നിങ്ങൾ സത്യത്തെ മുറുകെ പിടിക്കണം, സത്യത്തിന്റെ ആളുകളാവണം. സത്യമേ പറയാവൂ, സത്യമേ പ്രവർത്തിക്കാവൂ, സത്യത്തിന്റെ ഒപ്പമേ നിൽക്കാവൂ. ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർറ്, സത്യം അത് നന്മയിലേക്ക് നിങ്ങളെ ചേർക്കും. വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, സത്യം നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ചേർക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സത്യത്തിന്റെ ഒപ്പമാണ് നിങ്ങൾ ഉണ്ടാവേണ്ടത്, സത്യമാണ് നിങ്ങൾ പറയേണ്ടത്, സത്യമാണ് നിങ്ങളുടെ മതം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കളവ് ഒരു കാരണവശാലും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവരുത്. നിങ്ങൾ കളവ് പറയരുത്. തല പോകുന്ന പ്രശ്നമാണെങ്കിലും കളവ് പറയാൻ ഒരാൾ തയ്യാറാവരുത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ നാട്ടിൽ ഒരാള് ഒരു വാക്ക് പാലിക്കാതെ ഒരു പ്രശ്നം വന്നപ്പോ അയാളോട് നാട്ടിലെ കാര്യപ്പെട്ട ഒരാൾ ചോദിച്ചു, എന്താടാ നീ ഇങ്ങനെ, നീ അന്ന് ഇങ്ങനെയല്ലേ പറഞ്ഞു, ഇപ്പൊ എന്താ വാക്ക് മാറ്റുന്നു ചോദിച്ചപ്പോ അയാൾ എന്റെ നാട്ടിലാട്ടോ, കണ്ണാടിയിലല്ല. അപ്പൊ അയാൾ പറഞ്ഞ വാക്കല്ലേ മാറാൻ പറ്റുള്ളൂ, തല മാറ്റാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ലല്ലോ എന്നാ. അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഒരു വഴിക്ക് എന്റെ അമ്മാവനാണ്, അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അപ്പൊ അങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും. നമ്മളങ്ങനെ ആവരുത്. ഒരു മുസ്ലിം അങ്ങനെ ആവാൻ പാടില്ല. തല പോയാലും സത്യത്തിൽ ഉറച്ചു നിൽക്കണം. തല മാറ്റിയാലും വാക്ക് മാറ്റുന്ന സ്വഭാവം ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫഇന്നൽ കദിബ, കളവ് യഹ്ദി ഇലൽ ഫുജൂരി, അത് തമ്മാടിത്തരത്തിലേക്ക്, വഴികേടത്തരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. വഅൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ, അത് നരകത്തിലേക്ക് നിങ്ങളെ ചേർക്കുകയും ചെയ്യുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ ഹദീസാണ്. ഇതാണ് ഇസ്ലാമിന്റെ അടിത്തറ. നമ്മൾ മുസ്ലിമീങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ ആവണം. സത്യം നമുക്ക് അനിവാര്യമാണ്. പക്ഷെ ഇന്ന് ലോകത്ത് സത്യം എന്ന് പറയുന്നതിന് ഒരു വിലയില്ലാതെ പോയ കാലഘട്ടമാണ്. ഇന്ന് കളവിന്റെ ആധിപത്യമാണ്. കളവിനാണ് വില, കളവിനാണ് അംഗീകാരം, കളവിനാണ് വിജയം. ആ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇയാളോട് ദയാനന്ദ സരസ്വതിയോട് ഒരാൾ ചോദിച്ചു അത്രേ,
സത്യമേവ ജയതേ അനൃതം എന്നല്ലേ വേദത്തിൽ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സത്യം തന്നെ വിജയിക്കുക, പക്ഷേ അപ്പോഴേക്കും ഒരു തലമുറ കഴിഞ്ഞ് വേറെ തലമുറ വന്നിട്ടുണ്ടാവും എന്ന് മൂപ്പര് പറഞ്ഞതുപോലെയാണ് ഇന്ന് ലോകം. സത്യം ജയിക്കും, പക്ഷെ അപ്പോഴേക്കും ഒരു തലമുറ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ സത്യം ഇന്ന് അത്രമാത്രം ചവിട്ടിമതിക്കപ്പെടുന്ന, അവഹേളിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് സത്യത്തിന്റെ ബലത്തിലല്ല ലോകം നിലനിൽക്കുന്നത്. ഇന്ന് കളവിന്റെ ബലത്തിലാണ് ആൾക്കൂട്ടത്തെ ഇളക്കിവിടുന്നതും അതേപോലെ പാർസികൾ നിലനിൽക്കുന്നതും രാജ്യം ഭരിക്കപ്പെടുന്നതും ലോകക്രമം രൂപീകരിക്കപ്പെടുന്നതും സംഘടനകൾ നിലനിൽക്കുന്നതും ഒക്കെ കളവിന്റെ ബലത്തിലാണ്. ആ കളവിന്റെ മാല പൊട്ടുമ്പോഴാണ് സംഘടനകൾ ഭിന്നിക്കപ്പെടുന്നത്. ഒരേ സംഘടനകൾ പല സംഘടനകളായി ഭിന്നിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഒരേ ആശയം, ഒരേ ആദർശം, ഒരേ ലക്ഷ്യം, എല്ലാം ഒന്നാണ്. പക്ഷെ എന്നിട്ടും പലവിധ സംഘടനകളായി സംഘടനകൾ പിരിയപ്പെടുന്നത്, ഭിന്നിക്കപ്പെടുന്നത് എന്തുകൊണ്ടാ? അവർക്കിടയിൽ ഉണ്ടാവുന്ന അസത്യം പൊളിയുകയാണ്. സത്യമല്ലായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്ന് പറയുന്ന ഒരവസ്ഥ വരികയാണ്. നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഇവിടെ ഒരുപാട് വിവാദ വിഷയങ്ങളെ പറ്റി പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നെഞ്ഞത്ത് കൈകെട്ടണ്ടെന്ന് ഞാൻ പറയാറില്ല, പൊക്കിളിന്റെ താഴെ കെട്ടണമെന്ന് ഞാൻ പറയാറില്ല, അല്ലെങ്കിൽ നെഞ്ചിന്റെ താഴെ കെട്ടണം എന്ന് പറയാറില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയോ? കാരണം റസൂലുള്ളാഹിക്ക് അങ്ങനെ ഒരു വാശി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ട കാര്യം എവിടെയും കെട്ടാം, പിന്നിൽ കെട്ടാൻ പറ്റൂല എന്നേ. പിന്നിൽ കൈ കെട്ടരുത്, മുന്നിൽ എവിടെയെങ്കിലും ആയിരിക്കണം കെട്ടുകയാണെങ്കിൽ. അല്ല, കെട്ടിയില്ല വിചാരിച്ചിട്ട് നിൽക്കാലത്തിന് കേടും വരില്ല. പിന്നെ അതിന് തർക്കിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാലത്തും ആ തർക്കം തീരൂല. പക്ഷെ അതിനു വേണ്ടി വാദപ്രതിവാദം നടത്തിയ സമൂഹമാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ. ഫുറൂഇയായ വിഷയത്തിൽ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. ശാഖാപരമായ കാര്യമെന്ന് പറയും. കർമ്മപരമായ കാര്യങ്ങളിൽ തർക്കിച്ചാൽ ഒരു പാർട്ടിയും അതിൽ വിജയിക്കൂല. അതെല്ലാ കാര്യത്തിലും മനസ്സിലാക്കേണ്ടത്. വിശ്വാസത്തിലാണ് തർക്കം വേണ്ടതും വിശ്വാസത്തിലാണ് തർക്കം തീർക്കപ്പെടേണ്ടതും. കർമ്മപരമായ വിഷയങ്ങളിൽ തർക്കം തീർത്തിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അവസാനം ആ തർക്കിച്ച ആളുകളുടെ പിൻഗാമികൾ വന്നപ്പോ, ശിഷ്യന്മാര് വന്നപ്പോ ഇപ്പൊ പറയണെന്താ? ഇപ്പൊ കൈ നെഞ്ഞത്ത് കെട്ടിക്കൊള്ളണമെന്നില്ല, പൊക്കിളിൽ കെട്ടിക്കൊള്ളണമെന്നില്ല, നെഞ്ചിന്റെ താഴെ കെട്ടിക്കൊള്ളണമെന്നില്ല. അവനവന്റെ ഇഷ്ടത്തിന് റസൂലുള്ളാഹി വിട്ടുകൊടുത്ത കാര്യമാണ് അത് എന്നാ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. ഗൾഫിൽ നിന്ന് വലിയ സലഫി പണ്ഡിതനെ കേരളത്തിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചതും അതേപോലെ അദ്ദേഹത്തിന്റെ വീഡിയോ ഇറങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാ. ഇപ്പൊ അതിലൊന്നും തർക്കിച്ചിട്ട് കാര്യമില്ലാതെ ബോധ്യമായി. പക്ഷെ അതിന്റെ മുമ്പ് എത്ര അതിന് തോറ്റ് തല്ലുകൂടി. ഇതുപോലെയാണ് ലോകത്തിന്റെ അവസ്ഥ. ഏതോ ഒരു ചിന്തകൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. തർക്കത്തിന്റെ മർമ്മം അറിഞ്ഞിരുന്നുവെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ആ തർക്കം പൊളിഞ്ഞു പോകുമായിരുന്നു. പക്ഷെ രണ്ടു കൂട്ടർക്കും തർക്കത്തിന്റെ മർമ്മം എവിടെയെന്ന് അറിഞ്ഞുകൂടാ. തർക്കം മാത്രമേ നമുക്കുള്ളൂ, അതിന്റെ മർമ്മം പഠിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. നമ്മൾ സൂക്ഷിക്കുക. ഞാൻ പറഞ്ഞു വന്നത് സത്യമല്ല, ഇന്ന് ലോകത്ത് അസത്യത്തിനാണ് ആധിപത്യം. അതെന്തോ വലിയ സംഭവമാക്കിയിട്ട് അതിന് നല്ല ഉഷാറുള്ള നല്ല രൂപത്തില് നല്ല നിലയിലാക്കിയിട്ട് അസത്യത്തെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. മതം എന്നത് പോയി മതഭ്രാന്തായി മാറിയിരിക്കുന്നു. ജാതി ചിന്ത ഓരോ സമൂഹത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ സംഘടനാ ഭ്രമം എല്ലാ വിഭാഗങ്ങളെയും വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നു. അന്ധമായ ദേശീയതയും അതുപോലെയുള്ള അനാവശ്യമായ ചേരിതിരിവുകളും അതിന്റെ ചേരുവകൾ കൂട്ടിയിട്ട് അല്ലെങ്കിൽ നേതാക്കന്മാര് എരിവും പുളിയും ചേർത്തിട്ട് പട്ടിൽ പൊതിഞ്ഞ ആ വിഷം നമ്മിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും സംഘടനകളിലായാലും ഇത് മനസ്സിലാക്കാൻ തലച്ചോറ് വികസിച്ചിട്ടില്ലാത്ത പലർക്കും കഴിയുന്നില്ല. നമ്മുടെ തലച്ചോറിന്റെ വികസനത്തിന്റെ അപൂർണത കൊണ്ടാണ്, തലച്ചോറ് വികസിക്കാത്തത് കൊണ്ടാണ് ഇതിന്റെയൊക്കെ പിന്നാലെ നമ്മൾ ഓരോരുത്തരും ചാകാനും വട്ടാനും കുത്താനും മറ്റുള്ളവരെ കാഫറാക്കാനും മറ്റുള്ളവരെ നശിപ്പിക്കാനും ഒക്കെ നമ്മൾ പോകുമ്പോ ഇവിടെ ജയിക്കുന്നത് നമ്മിലേക്ക് ഇത്തരം വിഷങ്ങൾ കുത്തിവെച്ച നേതാക്കന്മാരാണ്, അല്ലെങ്കിൽ മതഭ്രാന്തന്മാരാണ്, അല്ലെങ്കിൽ അത്തരം വർഗീയവാദികളാണ്. അത് നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ്. അതിന്റെ ഫലമായി ഇവിടെ അത്തരം വൃത്തികെട്ടവർ വിജയിക്കുമ്പോ മതത്തിന്റെ സത്യവും മാനവികതയുടെ ധാർമ്മികതയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുകയാണ്, തുടച്ചു നീക്കപ്പെടുകയാണ്. അതാണ് ഇന്നത്തെ ലോകത്തിന്റെ പുതിയ ലോകക്രമം എന്ന് പറയുന്നത്. നമ്മിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് അത്തരം ദുഷിച്ച ചിന്തകൾ ഇന്ന് വ്യാപകമായി പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ ആധിപത്യം ചെലുത്തുന്നത് അത്തരം വിഷചിന്തകളാണ്.
ഇത് മുഴുവൻ സത്യമില്ലാത്ത അസത്യത്തിന്റെ അങ്ങേത്തലയിലേക്കാണ് സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ മസ്ജിദിന്റെ ഉള്ളിൽ തന്നെ വേണം ശ്രീരാമന് ജനിക്കാൻ എന്ന അവസ്ഥ ഇന്ത്യ രാജ്യത്തെ എവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ലോകം ഒരുപാട് പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. ലോകത്തിലെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഭരണകൂടം അവർക്ക് കിട്ടുന്ന ഈ നികുതി പണം കൊണ്ട് രാജ്യത്ത് പുരോഗതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ, പലവിധ അവസ്ഥകളിലേക്ക് ലോകത്തിന്റെ ഗതി മാറ്റിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ രാജ്യം ഇപ്പോഴും ആ രാമക്ഷേത്ര നിർമ്മാണത്തിൽ മുടങ്ങിക്കിടക്കുകയാണ്. അതിന്റെ അപ്പുറം പോവാൻ ഇന്ത്യ രാജ്യത്തിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ആവശ്യമില്ലാത്ത വിവാദങ്ങളും അസത്യവും ഏറ്റെടുക്കാൻ സമൂഹം തയ്യാറായതിന്റെ ഫലമാണ്. അതുപോലെ തന്നെ ഇപ്പൊ അത് കഴിഞ്ഞപ്പോ പുതിയ പുതിയ പള്ളികളുടെ പേരിൽ ആവശ്യം ഉന്നയിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലാണ്, ആ അമ്പലത്തിന്റെ അടിയിലാണ് ശിവന്റെ ക്ഷേത്രം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അജ്മീർ ദർഗയുടെ ഖബറിന്റെ അടിയിലാണ് ശിവന്റെ വിഗ്രഹവും അമ്പലവും ഉണ്ടായിരുന്നത് എന്ന് ആർക്കും എന്ത് വേണമെങ്കിലും ഇപ്പൊ പറയാം. പക്ഷെ ഇതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ അജ്മീർ ദർഗ പൊളിക്കപ്പെട്ടു എന്നാ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഈമാന് യാതൊരു കുഴപ്പവും വരില്ല. കാരണം കഅബാലയം പൊളിക്കപ്പെടുന്ന റസൂലുള്ള പറഞ്ഞു വെച്ചിരിക്കുക. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു മുഅ്മിനിന്റെ മുമ്പിൽ അജ്മീർ ദർഗ പൊളിച്ചു പറഞ്ഞിട്ട് എന്ത് ചുക്ക് വരാന്? നമ്മുടെ ഈമാനിനൊരു കുഴപ്പവും വരില്ല. അതൊക്കെ പൊളിക്കപ്പെട്ടോട്ടെ. അതൊക്കെ തന്നെയാണ് ഇവിടെ അസത്യത്തിന്റെ വിജയം. ധർമ്മത്തിന് വിലയില്ലാതെ അധർമ്മം ലോകത്ത് ആധിപത്യം ചെലുത്തുമ്പോ ധർമ്മത്തിന്റെ അടയാളങ്ങളൊക്കെ ഇല്ലാതാകും, സത്യത്തിന്റെ അടയാളങ്ങളൊക്കെ തകർക്കപ്പെടും, അസത്യത്തിന്റെ അടയാളങ്ങൾ ഉയർത്തപ്പെടും. ഇത് ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. എന്നാൽ ഇങ്ങനെ ആരൊക്കെ എന്തൊക്കെ നുണ പറഞ്ഞാലും ഒരു കളവ് പോലും പറയാൻ പാടില്ലാത്ത വിഭാഗമാണ് നമ്മള്. നമുക്കൊരു അമ്പലത്തിലും പള്ളി ഉണ്ടാക്കണ്ട, നമുക്കൊരമ്പലവും തകർക്കണ്ട. നമ്മൾ അതുപോലെ ഒന്നിന്റെ പിന്നാലെ പോകുന്നില്ല. നമുക്ക് ഒരാളുടെയും ഒരു ഇഞ്ച് സ്ഥലം വേണ്ട. നമുക്ക് അനാവശ്യമായി അല്ലെങ്കിൽ ആരുടെയെങ്കിലും അവിഹിതമായി പിടിച്ചെടുക്കപ്പെട്ട സ്ഥലത്താണ് നമ്മുടെ പള്ളി നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ ഒരു പക്ഷേ ആ കഴിഞ്ഞുപോയ നിസ്കാരങ്ങളൊക്കെ മടക്കേണ്ട അവസ്ഥയിലേക്ക് വരും. മഹ്സൂബായ അപഹരിക്കപ്പെട്ട സ്ഥലത്ത് നിസ്കരിച്ചാൽ നമസ്കാരം തന്നെ ശരിയാകൂല. അത് നമുക്ക് അനുവദനീയമായ സ്ഥലമാവണം. ആരാന്റെ സ്ഥലം കയ്യേറി പള്ളി ഉണ്ടാക്കിയാൽ അവിടെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല എന്ന് നമ്മുടെ പണ്ഡിതന്മാര് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു. നമുക്കതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യമാണ് പ്രധാനം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖുലിൽ ഹഖ, നീ സത്യമേ പറയാവൂ, വലൗകാന മുറ, അത് എത്ര കയ്പുള്ളതാണെങ്കിലും ശരി. സത്യം പറഞ്ഞാൽ തല പോകും, എന്നാലും സത്യമേ പറയാവൂ, കളവ് പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾക്ക് കളവ് പറഞ്ഞിട്ട് പള്ളി വേണ്ട, കളവ് പറഞ്ഞിട്ട് വഖഫ് വേണ്ട, കളവ് പറഞ്ഞിട്ട് ഒരു സാധനവും വേണ്ട, കളവ് പറഞ്ഞിട്ട് പൈസ വേണ്ട. അതാണ് ഇസ്ലാം, അതാണ് പ്രവാചകന്റെ ദീന്, അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, നിനക്ക് സംശയം സത്യമായാൽ പോരാ, അത് സംശയലേശമെന്നെ സത്യമാണെന്ന് നിനക്ക് ബോധ്യപ്പെടണം. നിന്നെ സംശയമുണ്ടാപ്പിക്കുന്നത് മുഴുവൻ നീ ഉപേക്ഷിക്കണം. നിനക്ക് മനസ്സിൽ സംശയം ഉണ്ടാകുന്നുണ്ടോ എന്നാൽ അത് നീ ഉപേക്ഷിച്ചേക്കുക. സംശയമില്ലാത്തതിലേക്ക് നീ പോകാവൂ. സംശയരഹിതമായ ഹക്ക്, സത്യം, അത് മാത്രമാണ് നീ പിൻപറ്റേണ്ടത്. അല്ലാത്ത ഒന്നിന്റെ പിന്നാലെ നീ പോവാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സത്യം അത് മനസ്സിന് സമാധാനം നൽകുന്നതാണ്. സത്യത്തിന്റെ പേരിൽ, സത്യം പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടൂല. സത്യം പറഞ്ഞ ഒരു സമാധാനം ഉണ്ടാകും. കടന്നുറങ്ങുമ്പോ ഞാനൊരു സത്യമാണല്ലോ പറഞ്ഞത്, അൽഹംദുലില്ലാഹ്, കടന്നുറങ്ങാം. നുണ പറഞ്ഞ് കളവ് പറഞ്ഞ് നീ ആരെയെങ്കിലും പറ്റിക്കുകയോ ആരെയെങ്കിലും ദ്രോഹിക്കുകയോ ആരുടെയെങ്കിലും അവകാശം തട്ടിപ്പറിച്ചെടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വൽ കദിബ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് ഗീബത്തുൻ, അത് നിന്റെ മനസ്സിൽ അങ്കലാപ്പുണ്ടാക്കുന്നതാണ്. ഇതെന്നെങ്കിലും പൊളിയുമോ? ഇത് പിടിക്കപ്പെടുമോ? ഇത് വഷളാക്കപ്പെടുമോ? അത് പിന്നീട് പൊളിഞ്ഞാൽ ഞാൻ കള്ളനായി മാറില്ലേ എന്ന് നിന്റെ മനസ്സിൽ അങ്കലാപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കും ആ കളവ്. അതുകൊണ്ട് കളവ് നീ ഒരിക്കലും പിൻപറ്റരുത് എന്ന് മാത്രമല്ല, ആ കളവാകാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കുന്നതോടുകൂടെ എല്ലാ സത്യവും വിളിച്ചു പറയാൻ പോലുമുള്ളതല്ല.
സത്യാണ് എന്നാ അങ്ങോട്ട് പറയാൻ പറ്റുമോ? സത്യാണ് എന്നാ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അതിനും ഇസ്ലാമിൽ നിയമങ്ങളുണ്ട്. അത് വേണ്ടതാവണം, വേണ്ടപ്പോളാവണം, വേണ്ടത്രയാവണം. 3 വേണ്ട ചെറിയൊരു വാക്കുണ്ടായിരിക്കും. ആ 3 വേണ്ട കൂടാതെ ഒന്നും പറ്റൂല ഉസ്താദേ എന്നാ പറയാ. ആ 3 വേണ്ടകൾ നമുക്കും വേണ്ടതാണ്. വേണ്ടതേ പറയാവൂ, വേണ്ടതേ പ്രവർത്തിക്കാവൂ. അത് വേണ്ടപ്പോഴേ പറ്റൂ, വേണ്ടാത്തപ്പോ പറ്റൂല. അല്ലാഹു അക്ബർ എന്ന് വിളിക്കൽ നല്ല ദിക്റാ, കുഴപ്പമില്ല. പക്ഷെ 2 കൂട്ടം ആളുകൾ തമ്മിൽ ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കയറി ഒരുത്തരം അല്ലാഹു അക്ബർ വിളിച്ച എന്താ ഉണ്ടാവുക? അവിടെ അടിയുണ്ടാവുക. ആ അല്ലാഹു അക്ബർകാരന് അടി ഉണ്ടായത്. ആ അല്ലാഹു അക്ബർ അവിടെ തെറ്റാണ്, അത് സത്യമല്ല, അതവിടെ പാപമാണ്. എന്നതുപോലെ വേണ്ടതാവണം, വേണ്ടപ്പോൾ ആവണം, വേണ്ടത്രയാവണം. വേണ്ടതിലേറെ കൂടാനും പാടില്ല, വേണ്ടതിൽ കുറയാനും പാടില്ല. ഇതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം. ആ നിലയിൽ സത്യത്തിൽ അധിഷ്ഠിതമാകണം. സത്യം തന്നെ ആവണം നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഖുത്ബയുടെ അവസാനത്തിൽ നമ്മൾ 1-ാം ഖുത്ബ അവസാനിക്കുമ്പോ നമ്മൾ കേൾക്കുന്ന വാക്ക് നമുക്കറിയാലോ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. വഖൂലു ഖൗലൻ സദീദ, സത്യം മാത്രം നിങ്ങൾ പറയുക. പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. സത്യം മാത്രം പറയുക. യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അമലുകളൊക്കെ അല്ലാഹു തആല നന്നാക്കുകയും പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ കുറ്റവും കുറവും ഉണ്ടെങ്കിലും അല്ലാഹു തആല അതൊക്കെ പരിഹരിക്കുകയും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും എന്ന ആയത്ത് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നു. ഇത് ഞാനായിട്ടുണ്ടാക്കിയ സുന്നത്തല്ല, എന്റെ സമ്പ്രദായത്തിൽപ്പെട്ടതല്ല. ലോകത്തുള്ള എല്ലാ പള്ളികളിലുമുണ്ട്. 4ാമത്തെ ഖലീഫ, 5ാം ഖലീഫയായി അറിയപ്പെട്ട മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയ ഒരു നല്ല സമ്പ്രദായമാണത്. അദ്ദേഹമാണ് 1-ാം ഖുത്ബായ അവസാനിക്കുമ്പോ ദുഷ്ടന്മാരായ ഭരണാധികാരികളുടെ പിൻഗാമികളായി വന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. നമ്മൾ കേട്ടിട്ടില്ലേ, ഉണ്ടോ സഖി ഒരു കൊല മുന്തിരി എന്ന് പറയുന്ന ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് രാജകൊട്ടാരത്തിലെ സുഖലോലുപതയുടെ അങ്ങേ തലയിൽ ജീവിച്ചിട്ട് വാപ്പ അങ്ങ് മരിച്ചിട്ട് അധികാരം കിട്ടിയതോടുകൂടെ ഏറ്റവും പരമദരിദ്രനായി, ഖജനാവിൽ നിന്നൊരു പൈസ പോലും, പൊതുജനങ്ങളുടെ നയാ പൈസ പോലും പറ്റാതെ പട്ടിണി കിടന്ന് മരിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഖുത്ബയിൽ, അദ്ദേഹം ഖുത്ബ ഓതുമ്പോ 1-ാം ഖുത്ബ അവസാനിക്കുമ്പോൾ ഓതിയ ആയത്താണത്. അതാ നമ്മൾ ഇപ്പോഴും തുടർന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ചര്യയാണ്, ഒരു സുന്നത്താണത്. അതുകൊണ്ട് വഖൂലു ഖൗലൻ സദീദ, നമ്മൾ നല്ലതേ പറയാവൂ, സത്യമേ പറയാവൂ. അസത്യം ഒരു മുസ്ലിമിന് വേണ്ട. അസത്യത്തിലൂടെ കിട്ടുന്ന മുതല് നമുക്ക് വേണ്ട. അസത്യത്തിലൂടെ കിട്ടുന്ന ഒന്നും ഒരു മുസ്ലിമിനുണ്ടായിക്കൂടാ. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളാകുക. അതോടൊപ്പം തന്നെ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. വകൂനൂ മഅ സ്വാദിഖീൻ, സത്യത്തിന്റെ ആളുകളോട് കൂടെയാണ് നിങ്ങൾ ഉണ്ടാവേണ്ടത്. കള്ളന്മാരുടെ കൂടെ കൂടരുത്. ഇന്നലെ പറഞ്ഞത് ഇന്നും പറയുന്നവരുടെ ഒപ്പമാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയുന്നത് ഇസ്ലാമിൽ അനുവദനീയമല്ല. രാഷ്ട്രീയക്കാർക്ക് പറയാ അഭിപ്രായം ഇരുമ്പൊലക്കയല്ല. രാഷ്ട്രീയക്കാരുടെ സഹാത്ത് കലിമയാണ് ആ വാക്കിപ്പോ. അഭിപ്രായം ഇരുമ്പൊലക്കയല്ല എന്നാ ഇപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത്. കാരണം എപ്പോഴും വളയ്ക്കാം, ഇരുമ്പൊലക്ക വളയ്ക്കാൻ കിട്ടൂലല്ലോ. അതുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് വളയ്ക്കാം. ഒരു മതപണ്ഡിതനത് പറ്റൂല. ഇന്നലെ എന്താണോ സത്യം അത് തന്നെയാണ് ഇന്നും സത്യം. ഇന്നെന്താണോ സത്യം അത് തന്നെയാണ് നാളെയും സത്യം. അതാണ് ഇസ്ലാം. അത് അവസരത്തിനനുസരിച്ചിട്ട്, ഭരണകൂടം മാറുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ വഖഫ് ബോർഡിൽ മെമ്പറാകും വിചാരിച്ചിട്ട്, പാഠപുസ്തക സമിതിയിൽ മെമ്പറാകാൻ വിചാരിച്ചിട്ട്, ഹജ്ജ് കമ്മിറ്റിയിൽ മെമ്പറാകാൻ വിചാരിച്ചിട്ട് മാറ്റി പറയുന്ന, ഭരണകൂടത്തിന് റാൻമൂളുന്ന ഒരു സംസ്കാരം ഇസ്ലാമിലില്ല. അത് മുസ്ലിങ്ങൾക്കുള്ളതല്ല. നമ്മൾ അതുകൊണ്ട് സത്യത്തിന്റെ ഒപ്പമാകുക. വകൂനൂ മഅ സ്വാദിഖീൻ, സത്യം മാത്രം പറയുക, സത്യത്തിൽ അടിയുറച്ച് നിൽക്കുക, സത്യവാന്മാരുടെ കൂടെയാവുക. അതാണ് ഇസ്ലാമിന്റെ സന്ദേശം. ആ നിലയിൽ ഹക്കിന് വേണ്ടി ജീവിക്കുന്ന, അതിനുവേണ്ടി മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ ഇഷ്ടക്കാരെയും ഒക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ ഇഷ്ടക്കാരും നമ്മുടെ കുടുംബക്കാരുമായി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ